ഡിഫറൻസ് ബിറ്റ്വീൻ ലെറ്റ് വാർ ആൻഡ് കോൺസ്റ്റ്. ലെറ്റും വാറും കോൺസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് 3 കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വാർ, ലെറ്റ്, കോൺസ്റ്റ്. വാർ എന്ന് പറയുന്നത് ഫങ്ഷൻ സ്കോപ്ഡ് ആണ്. ഫങ്ഷൻ സ്കോപ്ഡ് അതിനെ നമുക്ക് റീഡിക്ലെയർ ചെയ്യാം, ഒന്നുകൂടി നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഒന്നുകൂടി റീ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം അല്ല, 2 പ്രാവശ്യം, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. അതായത് ക്യാൻ ബി റീ അസൈൻ ബട്ട് നോട്ട് റീ ഡിക്ലെയർഡ് വിത്തിൻ ദ സെയിം സ്കോപ്പ്. അതായത് ഒരേ സ്കോപ്പിൽ നിന്ന്, അതായത് ഒരേ ബ്ലോക്കിൽ വെച്ച് തന്നെ നമുക്ക് റീ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് റീ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റില്ല വിത്തിൻ ദ സെയിം സ്കോപ്പ്. സെയിം സ്കോപ്പിൽ നിന്ന് തന്നെ നമുക്ക് റീ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് റീ അസൈൻ വാല്യൂസ് എല്ലാം നമുക്ക് ഒന്നുകൂടി അതിനകത്ത് വേറെ വാല്യൂസ് നമുക്ക് റീ അസൈൻ ചെയ്യാം, പക്ഷെ റീ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ലെറ്റിന്റെ വ്യത്യാസം. ഈ കോൺസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് സ്കോപ്ഡ് തന്നെയാണ്. മസ്റ്റ് ബി അസൈൻഡ് എ വാല്യൂ അപ്പോൺ ഡിക്ലറേഷൻ ആൻഡ് കനോട്ട് ബി റീ അസൈൻ. നമ്മൾ എന്നാന്ന് വെച്ചാൽ ഡിക്ലറേഷൻ, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്തിരിക്കണം. ആൻഡ് കനോട്ട് ബി റീ അസൈൻ, നമ്മൾ ഒരിക്കലും അതിനെ നമുക്ക് റീ അസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് വാറും ലെറ്റും കോൺസ്റ്റും തമ്മിൽ. ലെറ്റും കോൺസ്റ്റും എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ലെറ്റും വാറും കോൺസ്റ്റും എങ്ങനെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ കണ്ടീഷൻ ഈ ട്രൂ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറും. var a is equal to 10, let b is equal to 20, const c is equal to 30. 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്തു. a is equal to 10, b is equal to 20, c is equal to 30. ഇനി എന്നാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ് a എന്ന് പറയുമ്പോഴത്തേക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10 എന്ന് കിട്ടി. അതായത് വാർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇതൊരു ബ്ലോക്ക് ആണ്. അതായത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയും. അപ്പൊ ബ്ലോക്കിന്റെ ഉള്ളിലാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 എന്ന് കിട്ടി. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് ബി എന്ന് പറയുന്നത് ലെറ്റ് കീവേഡ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, വാല്യൂസ് അസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ബി ഈക്വൽ ടു 20 എന്ന് പറയുന്നത് എനിക്ക് ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്ക് 20 അസൈൻ, നമുക്ക് 20 എന്ന് കിട്ടും. ഈ കൺസോൾ ഡോട്ട് ലോഗ് ബി എന്ന് സി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കൺസോളിൽ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് 30 എന്ന് കിട്ടും. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെയാണ്. അത് കാരണം സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. നീ എന്നാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ്, നീ എന്നാന്ന് വെച്ചാൽ ഈ ബ്ലോക്കിന്റെ പുറത്ത്, ഈഫിന്റെ പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യാണെന്ന് വെച്ചു, അല്ല പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. കൺസോളിൽ പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് 10 എന്ന് കിട്ടും. കാരണം വാർ എന്ന് പറയുന്നത് നമുക്ക് ബ്ലോക്കിന് പുറത്തും നമുക്ക് വാല്യൂസിന് അസസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കൺസോൾ ഡോട്ട് ലോഗ് ബി എന്ന് പറയുന്നത് ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ ബ്ലോക്കിനകത്ത് മാത്രമാണ് നമുക്ക് വാല്യൂസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇത് ബ്ലോക്കിന് പുറത്തായത് കാരണം നമുക്ക് എന്താ റഫറൻസ് എറർ കിട്ടും. അപ്പൊ നമുക്ക് ബിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂസിനെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ബി ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതുന്നു. കോൺസ്റ്റ് സി ഈക്വൽ ടു 30 എന്ന് പറയുന്നത് കൺസോൾ ഡോട്ട് ലോഗ് സി എറർ തന്നെ കിട്ടും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് കോൺസ്റ്റ് സി എന്ന് പറഞ്ഞ വേരിയബിൾ എന്ന് പറഞ്ഞ ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. അത് ഔട്ട്സൈഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് റഫറൻസ് എറർ ആയിരിക്കും. സി ഇല്ലാത്ത സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കാരണം സി ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇതിന്റെ ലെറ്റ് വാർ കോൺസ്റ്റ് തമ്മിലുള്ള പ്രയോറിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ കോൺസ്റ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൂടുതൽ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീ അസൈൻ, ഒന്നും കൂടി നമുക്ക് റീ അസൈൻ ചെയ്യാനും പറ്റില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റീ അസൈൻമെന്റ് പ്രിവെന്റ് ചെയ്യുന്നു. അത് കാരണം അതിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ
അൺഎക്സ്പെക്റ്റഡ് ഡാറ്റ, എന്തെങ്കിലും ഡാറ്റ ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ തടയാനായിട്ടും പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കാരണം കോൺസ്റ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി. അതാണ് കോൺസ്റ്റ് ഹയസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലോക്ക് സ്കോപ്ഡ് ആണ്, പിന്നെ റീഡിക്ലറേഷനും ഇല്ല, റീ അസൈൻമെന്റും ഇല്ല. അത് കാരണം ഇത് രണ്ടും ഇല്ലാത്ത കാരണം നമ്മൾ എന്താണ് കോൺസ്റ്റ് ആണ് കൂടുതൽ പ്രയോറിറ്റി കൂടുതൽ. പിന്നെ എന്നാന്ന് വെച്ചാൽ ലെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, ഹൈ ആണ്, അതായത് ബ്ലോക്ക് സ്കോപ്ഡ് ആണ്, പിന്നെ നോ റീഡിക്ലറേഷൻ അലോസ് റീ അസൈൻമെന്റ്. അതായത് ബ്ലോക്ക് സ്കോപ്ഡും പിന്നെ റീഡിക്ലറേഷൻ ഇതിനകത്ത് അലൗഡ് അല്ല, പിന്നെ റീ അസൈൻമെന്റ് അലൗഡ് ആണ്. അത് കാരണം കോൺസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പ്രയോറിറ്റി വരുന്നത് ഹൈക്കാണ്. പിന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി വരുന്നത് വാറിനാണ്. കാരണം ഇത് ഫങ്ഷൻ സ്കോപ്ഡ്, ആ ഫങ്ഷനകത്ത് ഫുള്ളും ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റീഡിക്ലെയർ ചെയ്യാനും പറ്റും, റീ അസൈൻ ചെയ്യാനും പറ്റും. ഹോയിസ്റ്റ് വിത്ത് അൺഡിഫൈൻഡ്, അതായത് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതായത് ഡ്യൂറിങ് ദ ടൈം നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്കും ആ വേരിയബിൾ ഡിക്ലറേഷൻ അല്ല ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്ത് വാല്യൂസ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ്, ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ അസൈൻ ചെയ്യുന്ന അൺഡിഫൈൻഡ്. അത് നമ്മൾ ഹോയിസ്റ്റിംഗ് എന്താന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിനകത്ത് റീഡിക്ലറേഷനും റീ അസൈൻമെന്റും എല്ലാം ഉള്ളത് കാരണം ഇത് ഫങ്ഷൻ സ്കോപ്പും കൂടി ആയത് കാരണം ഇതിനായിരിക്കും കൂടുതൽ ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോൺസ്റ്റ് ലെറ്റ് വാർ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്.